ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും ആണെങ്കിൽ ആ പൂ കയറ്റി വിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിനൊരു ചെറിയൊരു പെട്ടി ഓട്ടോറിക്ഷയാണ് വന്നിരിക്കുന്നത്. അതിൽ കയറ്റി വിടാൻ തുടങ്ങുകയാണ്. ഏതായാലും ആ പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന അയാൾ അത്രയ്ക്ക് ശരിയല്ലെന്ന് പറഞ്ഞാൽ പഞ്ചാര കൂട്ടരാണ് കേട്ടോ. ഏത് നേരം ഫോണിൽ തന്നെയാണ് സംസാരം. നമ്മുടെ രേവതിയും സച്ചിയും അത് പറയുകയും ചെയ്തു. സച്ചിക്കല്ല, രേവതിക്കാണെങ്കിൽ അയാളെക്കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ വേണം ആണുങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, ഭാര്യയാണെങ്കിലും കാമുകിയാണെങ്കിലും സ്നേഹം കണ്ടില്ലേ എന്നൊക്കെ പറയാ. സച്ചിക്ക് ഇത് വലിയ കാര്യമായിട്ട് പിടിക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ആന്റണിയുടെ ആൾക്കാർ വെളിയിൽ നിന്ന് ഇതൊക്കെ കാണുന്നത്. എങ്ങനെയെങ്കിലും ആ വണ്ടി തട്ടിയെടുക്കണം, അതുമാത്രമാണ് കേട്ടോ ആന്റണിയുടെ ആൾക്കാരുടെ ലക്ഷ്യം. ആന്റണിയുടെ 2 കൂട്ടുകാരന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ അവര് ആ ഒരു പെട്ടി ഓട്ടോറിക്ഷ അവിടുന്ന് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ആ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, കറക്റ്റ് സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ ഇത് എത്തിക്കണം. അറിയാലോ, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, മുഹൂർത്തം അടുക്കാറായി. 500 വിവാഹം ഒരുമിച്ച് നടക്കുകയാണ്. അതൊരു പുണ്യ കർമ്മമാണ്, അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ അവിടെ എത്തിച്ചേക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫോണ് സംസാരിച്ചുകൊണ്ട് തന്നെ അയാൾ ഓക്കെ 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 ഞാൻ എല്ലാം ഏറ്റു സച്ചി, നീ പേടിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞിപ്പം പേടിക്കുകയോ വേണ്ട. എടാ ദേ, നിന്നെ വിളിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാൻ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു, അയാൾ ഇല്ലാഞ്ഞിട്ട് മാത്രമാണ് നിന്നെ വിളിച്ചത്. നിന്റെ ഈ ഫോണിന്റെ സംസാരമേ അത്രയ്ക്ക് ശരിയല്ല. നിന്റെ ഫോൺ ഇങ്ങ് കാണിച്ചെന്നും പറഞ്ഞു അപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫോൺ അങ്ങ് പേടിച്ച് മേടിച്ചിട്ട് അതങ്ങ് ഓഫ് ചെയ്തിട്ട് കയറാ വണ്ടിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അയാള് എന്താ സച്ചി കാണിക്കുന്നത്? എന്റെ ഫോണ്, എന്റെ ഡാർലിങ്. നിന്റെ ഒരു ഫോണും. മര്യാദയ്ക്ക് അവിടെ എത്തുന്നത് വരെ ഒരു ഡാർലിങ്ങും വേണ്ട, ഒരു ഫോണും വേണ്ട. ഈ ഫോണിൽ ആരെയും വിളിച്ചു പോകരുത്. സച്ചി, ഞാൻ ഏറ്റാൽ ഏറ്റതാ. ഇത് കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ എത്തിച്ചിരിക്കും. എത്തിക്കണം, എത്തിച്ചിരിക്കും. എങ്കിൽ പിന്നെ വണ്ടിക്കകത്ത് കയറി. അതെ, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. രേവതി, ഒരു കാര്യം ചെയ്തേ. ഇന്ന ഈ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തേ. എന്തിനാ ഫോട്ടോയൊക്കെ എടുക്കുന്നത്? അത് പിന്നെ ഇത്രയും പൂവൊക്കെ ഒരുമിച്ച് പൂമാല കെട്ടിയതല്ലേ, അപ്പൊ ഒരു ഫോട്ടോ എടുക്കണ്ടേ? അതിന് ഞാനല്ലേ പൂമാല കെട്ടിയത്, എൻ്റെ ഫോട്ടോ അല്ലേ എടുക്കേണ്ടത്. അതിന് സച്ചേട്ടൻ്റെ ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ? ആര് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇതിന്റെ ഓർഡർ പിടിച്ചു തന്ന ആരാ? ഈ സച്ചി വിചാരിച്ചപ്പോഴല്ലേ ഇത്ര ഓർഡർ നിനക്ക് ഒറ്റയടിക്ക് കിട്ടിയത്. അപ്പൊ ഈ സച്ചി തന്നെ ഫോട്ടോ എടുക്കണം. സച്ചി ഈ മാല രണ്ടും കൈ പിടിക്കാൻ പോവാണ്. ദേ, എടുത്തോ, സ്റ്റാർട്ട്, 1 2 3 ക്ലിക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും രേവതി ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുത്തിട്ട് എന്നാ പിടിക്കാൻ പറഞ്ഞു. സൂപ്പർ ആയിട്ടുണ്ട് രേവതി, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പൂമാലയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് കൊടുക്കാമല്ലോ. അല്ല, ഇതുപോലെ കുറെ മാലകൾ കെട്ടാൻ ഇനിയും അവസരം കിട്ടിയാല് കഴിക്കത്തില്ലല്ലോ. നമുക്ക് പൈസ വന്ന് ചേരുവല്ലേ? പൈസ വന്ന് ചേരും. പക്ഷേ ഞാനേ തീരും അപ്പോഴത്തേക്കും. ഇന്ന് തന്നെ എൻ്റെ ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ടു. ഉറക്കം നഷ്ടപ്പെട്ടെങ്കിൽ എന്താ രേവതി ഇത്രയ്ക്ക്? നിന്റെ കയ്യിൽ പൈസ വന്ന് ചേരാൻ പോവല്ലേ? പൈസയൊക്കെ വന്ന് ചേരും, അതൊക്കെ ശരിയാ. ശരി, സമയമായി, വണ്ടി പറഞ്ഞു വിടാൻ നോക്ക്. എങ്കിൽ പിന്നെ എടാ പൊക്കോടാ. ദേ, ഫോൺ എടുക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല സച്ചി, കറക്റ്റ് സമയത്ത് ഞാൻ ഇത് എത്തിച്ചിരിക്കുന്നു പറഞ്ഞ് അയാൾ വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. പുറകെ നമ്മുടെ ആന്റണിയുടെ 2 കൂട്ടുകാരന്മാരും. ഈ സമയത്താണെങ്കിൽ രേവതി സച്ചി ആശ്വാസമായി. എൻ്റെ ഈശ്വര, ഏതായാലും 500 മാല കെട്ടി തീർന്നല്ലോ. രേവതി, ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല 500 മാല കെട്ടാനായിട്ട് പറ്റുമെന്ന്. നിങ്ങൾ പ്രതീക്ഷ കാണത്തില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഈ രേവതി ഒരു കാര്യം ഏറ്റതാ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഈ സച്ചി ഏറ്റിട്ടാണേ ഈ പൂമാല കെട്ടാനുള്ള അവസരം നിനക്ക് കിട്ടിയത്. നിർത്തും സച്ചേട്ടാ, കുറെ നേരമായി. അതെ, ഈ പൂമാല കെട്ടാനുള്ള അവസരം സച്ചേട്ടൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് തന്നത്. പക്ഷെ ഇവിടെ കെട്ടാൻ ഞാൻ ഇരുന്നത് കൊണ്ടല്ലേ സച്ചേട്ടൻ അത് മേടിച്ചോണ്ട് വന്നത്? അല്ലേ? അല്ലായിരുന്നെങ്കിൽ സച്ചേട്ടൻ എന്ത് ചെയ്തേനെ? അല്ല, സച്ചേട്ടന് ഈ പൂമാല കെട്ടാനുള്ള അവസരം കിട്ടുമായിരുന്നു? ചുമ്മാ ഇങ്ങനെ സംസാരിക്കാതെ മാറി നിൽക്കുക എന്നും പറഞ്ഞ് തള്ളി മാറ്റിയിട്ടങ്ങ് കയറിപ്പോയപ്പോഴത്തേക്കും ഓഹോ, ഇതിപ്പോ എനിക്ക് കുരിശായല്ലോ, ഞാൻ തന്നെ എനിക്ക് കുരിശുണ്ടാക്കി വെച്ചോ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിൽക്കുക.
ഇതേ സമയം പിന്നെ നമ്മുടെ ചന്ദ്രനെയും ശ്രുതിനെയും സുധീനെയാണ് കാണിക്കുന്നത്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയൂ, എങ്കിലും എൻ്റെ മോളെ ആ പൂമാല 500 എണ്ണം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ 500 മാലയും അവൾ ആ പാതിരാത്രി തന്നെ കെട്ടി തീർത്തില്ലേ. എപ്പം എനിക്കത് ഓർക്കുമ്പോഴത്തേക്കും ദേഷ്യം വരിക. ഇനി ഈ 500 മാല കൊണ്ട് വിറ്റിട്ട് അവർക്ക് ലക്ഷക്കണക്കിന് പൈസയും കൂടെ കിട്ടില്ലേ. അയ്യോ, ഇങ്ങനെ ദിവസം അവക്ക് 500 മാല കെട്ടാൻ പറ്റുമോ? അങ്ങനെ കെട്ടിയാലേ അവക്ക് എത്ര ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. അമ്മ അങ്ങനെ ദിവസവും 500 മാലയൊന്നും കെട്ടാൻ പറ്റത്തില്ല. അമ്മയെന്നല്ല, ആന്റി നട്ടു നമ്മുടെ ശ്രുതി പറയുന്നത്. അങ്ങനെ 500 മാലയൊക്കെ ദിവസവും ഓർഡർ കിട്ടത്തൊന്നുമില്ല. ഇതിപ്പം ജസ്റ്റ് ഒരു സമൂഹ വിവാഹം വന്നു കഴിഞ്ഞപ്പം 500 മാല കിട്ടി. അതൊക്കെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. എങ്കിലും അവളുടെ ഒരു ഭാഗ്യമേ. ഒരു പൂക്കടക്കാരിക്ക് ഇത്ര രൂപയൊക്കെ ലാഭം കിട്ടും എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവുക. അയ്യോ, ഇനി അവള് ഇതുപോലെ വേറെ പൂക്കടയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റാഫിനെ നിർത്തിയാലും മതിയല്ലോ. ഏതായാലും ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കട പൊളിക്കണം. ഈ കട പൊളിച്ച് നമുക്ക് ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ രേവതി കൈവിട്ടു പോകും. അവള് വലിയ ആളാകും, അവളുടെ കെട്ടിയവനും വലിയ ആളാകും. പിന്നെ നമ്മളൊക്കെ അവരുടെ മുമ്പിലെ അടിമയെ പോലെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കട ഇവിടുന്ന് തല്ലിക്കൂട്ടി പള്ളെ കളയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അതിപ്പോ എങ്ങനെയാ അമ്മേ നമ്മളത് അവിടെ നിന്ന് ഈ എടുത്തു മാറ്റാന്നൊക്കെ പറഞ്ഞാല് സച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ അമ്മ ആന്റിക്ക്. സച്ചി സമ്മതിക്കുവോ? സച്ചി സമ്മതിക്കില്ല. പക്ഷേ സച്ചി സമ്മതിക്കുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തേ പറ്റൂ. രണ്ടുപേരും കൂടെ തല പുകഞ്ഞ് ആലോചിച്ചോ, എന്തെങ്കിലും ചെയ്യണം. ഇനി ആ കട അവിടെ ഉണ്ടാകാൻ പാടില്ല. ആ കട അവിടെ ഉണ്ടായിക്കഴിഞ്ഞാല് ഇതുപോലെ ഓരോ ദിവസവും ഓർഡർ കൂടി 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 നമ്മളെക്കാളും ഒക്കെ വലിയ നിലയിൽ അവളെത്തും. പിന്നെ അവളുടെയൊക്കെ കാൽ ചുവട്ടിലായിരിക്കും ശ്രുതി നിന്റെയൊക്കെ ജീവിതം. പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയിട്ടോ. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട് ശ്രുതിനോട്, കണ്ടു പഠിക്ക്. ഒരു പൂക്കച്ചവടത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കാനായിട്ട് സച്ചിക്കും രേവതിക്കും കഴിഞ്ഞു. ശ്രുതിക്ക് എന്തെങ്കിലും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ എനിക്കിപ്പം പൂക്കച്ചവടം പോയി ചെയ്യാൻ പറ്റുമോ? പൂക്കച്ചവടം, അതെ, പൂക്കച്ചവടം എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയേണ്ട കാര്യമില്ല. അതിനും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? എൻ്റെ ശ്രുതി ഇനിയെങ്കിലും തലയിൽ കുറച്ച് ബോധവും വെളിവും ഉണ്ടാക്കി എന്തെങ്കിലും നല്ല ജോലിക്ക് പോയി മറ്റാണ്ട് 10 കാശ് സമ്പാദിക്കാൻ നോക്കുക. അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ പട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. പട്ടിയെ പോലെയോ? പട്ടിയെ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയപ്പോഴത്തേക്കും അയ്യോ, ഇവളിപ്പം എന്നെ പട്ടി എന്നാണോ വിളിച്ചേ? അവൾ അതായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. വെളിവും ബോധവും വെള്ളിയാഴ്ച ഇല്ലാത്ത ശ്രുതിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം. അതായത് ഈ സമയം അയാൾ ആ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹായ് ഡാർലിംഗ്, ഡാർലിംഗ് ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ, ഡാർലിംഗ് എപ്പോഴാണ് എണീറ്റത്, ഡാർലിംഗ് അത് ചെയ്തോ, ഡാർലിംഗ് ഇത് ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ഭയങ്കര ഫോൺ വിളി. അതിനിടയിലാണ് ഡാർലിംഗ് ഞാനൊരു കോഫി കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇറങ്ങി ഒരു കോഫി കുടിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആന്റണിയുടെ കൂട്ടുകാരന്മാരത് കണ്ടത്. ഇവന്മാർ വിടുവോ, ഇവന്മാർക്ക് പറ്റിയ അവസരമല്ല. അപ്പൊ ആന്റണിയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഏടാ ആ കീ അവനെ എടുത്തിട്ടില്ല, കീ എടുക്കാതെയാണ് അവൻ ചായ കുടിക്കാൻ പോയത്. ഈ സമയത്ത് പൊക്കിയതായിരിക്കും, ബടാ കമോണ്ട്രാ എന്ന് പറഞ്ഞ് ആ രണ്ടുപേരും കൂടെ നേരെ ആ ലോറിക്കകത്തല്ല സോറി ആ ഒരു പെട്ടി ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് വിട്ടടിച്ചു പോവുകയും അയാൾ നോക്കിക്കഴിഞ്ഞപ്പം തൻ്റെ പെട്ടി ഓട്ടോറിക്ഷയും കൊണ്ട് വേറെ ആരോ പോകുന്നു. പേടിച്ചു പോയില്ലേ. പെട്ടെന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ എടുത്തിട്ട് ഇടി വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പം ഡാർലിംഗ് ഒന്നും ഇല്ലാട്ടോ, അപ്പം വെച്ചിട്ട് പോടിയെന്നായി. ഫോൺ കട്ട് ചെയ്തു. അയ്യോ എൻ്റെ ഓട്ടോറിക്ഷ പോയേ, അയ്യോ എൻ്റെ ഓട്ടോറിക്ഷ ആരോ എടുത്തോണ്ട് പോയേന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിലവിളിക്കാൻ. അപ്പം അവിടെ ഉള്ളവരെല്ലാം ഓടിക്കൂടിയിട്ട് എന്താ പറ്റിയത്? അത് പിന്നെ എൻ്റെ ഓട്ടോറിക്ഷ എടുത്തോണ്ട് ആരോ പോയി. തൻ്റെ ഓട്ടോറിക്ഷ എടുത്തോണ്ട് പോയെന്നോ? അയ്യോ അതെ, എൻ്റെ ഓട്ടോ എൻ്റെ പോയേ, എൻ്റെ ഈശ്വര എൻ്റെ ഓട്ടോ, ഇതാരാ ഈ കൊലച്ചത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഭയങ്കര ചങ്കത്തടിയും കാർച്ചയൊക്കെ. ഈ ഒരു സമയത്താണ് കല്യാണം ആയിട്ടോ. കല്യാണ മുഹൂർത്തം അവിടെ സമയമായി. അവിടെയാണെങ്കിൽ കൊട്ടും കുരവയും മേളവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 500 പേരുടെ കല്യാണം നടക്കുകയാണ്. ഏതായാലും അനൂപ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളോട് അനൂപ് ചോദിച്ചു, അതായത് സഖാവുണ്ടല്ലോ, ആ സഖാവല്ല നേതാവിനോട് അനൂപ് ചോദിച്ചു, അല്ലേ എല്ലാം സെറ്റായില്ലേ എന്നെങ്കിലും ചോദിച്ചു. അപ്പോഴത്തേക്കും നേതാവ് പറഞ്ഞു, എല്ലാം സെറ്റൊക്കെ ആയി, പക്ഷെ ഇതുവരെ പൂമാല എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. പൂമാല ഇതുവരെ എത്തിയില്ലേ?
പൂമാല ഇതുവരെ എത്തിയിട്ടില്ല. അതേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ കൂട്ടുകാരനെ ഏറ്റിരിക്കുന്നത്. കറക്റ്റ് പൂമാല ഇവിടെ എത്തൂല്ലോ. ശോ, എന്റെ പൊന്നു സാറേ, പൂമാല ഇവിടെ എത്തിയിരിക്കും. സച്ചി ഏറ്റതല്ലേ, എനിക്കറിയാലോ, ഞാൻ ഇപ്പൊ അവനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ് അനൂപ് ഫോൺ വിളിച്ചിട്ട്, അതെ സച്ചി നീ എവിടെയാടാ? അത് പിന്നെ ഞാൻ വീട്ടിലുണ്ടാ. അതെ എടാ, ഇതുവരെ പൂമാല ഇവിടെ എത്തിയിട്ടില്ലോടാ. എടാ, നിങ്ങൾ പൂമാല കയറ്റി ഇങ്ങോട്ട് വിട്ടില്ലേ? ഇതുവരെ കെട്ടിക്കഴിഞ്ഞില്ലേ? അശോ, അത് ഇന്നലെ രാത്രി തന്നെ കെട്ടിക്കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ പൂമാല രാവിലെ കയറ്റി അങ്ങോട്ടേക്ക് വിട്ടായിരുന്നല്ലോ. എപ്പൊ നീ കയറ്റി വിട്ടിട്ട് ഇപ്പൊ സത്യം പറഞ്ഞ 1 മണിക്കൂർ ആകാറായി. ഓഹോ, എനിക്ക് പിന്നെ ഇവിടെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. പിന്നെ എന്തേ വരാത്തത്? അത് പിന്നെ അറിയില്ലല്ലോടാ. എടാ, പൂമാല ഞാൻ കയറ്റി വിട്ടു, സത്യമായ കാര്യമാ. ഏതായാലും എത്രയും പെട്ടെന്ന് പൂമാല ഇവിടെ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവൂട്ടോ സച്ചി. ദേ അറിയാലോ, ദേ എന്റെ നേതാവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത മനുഷ്യനാ. പാർട്ടി 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 ഇലക്ഷൻ എന്ന് പറഞ്ഞ് ചാകാൻ കിടക്കുക. അതിന്റെ കൂടെ പൂമാലയും കൂടെ കിട്ടിയില്ലെങ്കിലേ ദേ നോക്കിക്കോ, നിന്റെയും എന്റെയും ഒക്കെ അവസാനം അന്ന് കൂട്ടിക്കൊണ്ടാ മതി. ശോ, എടാ അനൂപേ, ഞാൻ പൂമാല ഇവിടുന്ന് കയറ്റി വിട്ടടാ. എന്നിട്ട് പൂമാല എന്ത് ചെയ്യേ? അത് പിന്നെ ദേ നീ ഫോൺ വെച്ച്, ഞാൻ നിനക്ക് ഇപ്പം ഫോട്ടോ അയച്ചുതരാം. ഞാൻ പൂമാല കയറ്റി വിട്ടതിന്റെ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ആ ഒരു ഡ്രൈവറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കും രേവതി വന്നിട്ട്, എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ പൂമാല ഇതുവരെ അവിടെ എത്തിയില്ലെന്ന്. അയ്യോ സച്ചേട്ടാ, പൂമാല എത്താനുള്ള സമയം കഴിഞ്ഞല്ലോ. കാരണം ഇവിടെ നിന്നത് 1/2 മണിക്കൂർ പോലും വേണ്ടല്ലോ അങ്ങോട്ടേക്ക്, ആ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാനായിട്ട്. അത് ശരിയാ, ഏതായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തിട്ട്, എടാ നീ എവിടെയാ ആടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയാൾ കരയാൻ അങ്ങോട്ട് തുടങ്ങിയില്ലേ. എടാ പോയടാ സച്ചി, എന്റെ വണ്ടി കൊണ്ടുപോയടാ, ആരോ എന്റെ വണ്ടി തട്ടിക്കൊണ്ട് പോയടാന്ന്. നിന്റെ വണ്ടി തട്ടിക്കൊണ്ട് പോയെന്ന്? ആര് തട്ടിക്കൊണ്ട് പോയെന്ന്? അയ്യോ എനിക്കറിയില്ല സച്ചി, എന്റെ വണ്ടി പോയടാ, എന്റെ വണ്ടി പോയി. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കുന്നത്. നിന്റെ ഫോൺ വിളി കാരണമാണ് നിന്റെ വണ്ടി പോയത്. നീ എന്താ ഈ പറയുന്നത്? അത് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. അപ്പൊ ആരോ വണ്ടിയും കൊണ്ട് പോയടാ. ആരോന്ന് എനിക്ക് മനസ്സിലായില്ലടാ. ആരോ എന്റെ വണ്ടിയും കൊണ്ട് പോയി. അപ്പം അതിനകത്ത് പൂവും പോയോ? പിന്നില്ലാതെ പൂവും കൊണ്ടാടാ പോയത്. അതിനകത്ത് പൂമാലയും കൊണ്ട് പോയടാ. ആരാടാ ഈ കൊലച്ചതി ചെയ്തത്? എന്റെ വണ്ടി, ഞാൻ എന്റെ കുടുംബം നോക്കുന്നത് എന്റെ വണ്ടി വെച്ചാണെന്ന് നിനക്കറിയാലോ. വെച്ചിട്ട് പോടാ മര്യാദയ്ക്ക്. കുടുംബം നോക്കുന്നത് നീ എവിടെ ഇപ്പൊ നിൽക്കുന്നത്? ഞാനിപ്പോ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് സ്ഥലമൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വേഗം ഫോൺ കട്ട് ചെയ്തപ്പോൾ രേവതി ചോദിച്ചു, എന്താ സച്ചേട്ടാ? അത് പിന്നെ നമ്മൾ പൂ കഴിച്ചു വിട്ടില്ലേ, അവന് ഒരബദ്ധം പറ്റി. അവന്റെ വണ്ടി ആരോ കൊണ്ടുപോയെന്ന്. എന്തിന്? ആർക്കറിയാം. ഈ സ്വർണം കട്ടോണ്ട് പോവാ, അതുപോലെ പൈസ കട്ടോണ്ട് പോവുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആളെ തട്ടിക്കൊണ്ട് പോവാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പൂമാല എന്തിനാവോ തട്ടിക്കൊണ്ട് പോയത്? ആർക്കറിയാം. നമുക്ക് പെട്ടെന്ന് അവിടെ വരെ ഒന്ന് പോയേ പറ്റൂ എന്ന് പറയാ. അപ്പൊ സച്ചി തന്നെയാട്ടോ പോകാൻ തുടങ്ങിയത്. ഞാൻ പോവാന്നാ പറഞ്ഞത്, നമുക്കെന്നല്ല ഞാൻ പോവാന്നാ പറഞ്ഞത്. അപ്പൊ രേവതി പറഞ്ഞു, നിക്ക് സച്ചേട്ടാ, ഞാനും വരാം. സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് കാണിക്കാനാ, അതുകൊണ്ട് ഞാനും വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിയുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഏതായാലും ഈ സമയത്താണെങ്കിലും നമ്മുടെ വിവാഹ പന്തലില് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ നടക്കുകയാണ്. ആ നേതാവ് നമ്മുടെ സച്ചിനെ ഇതിനിടയ്ക്ക് വിളിക്കുകയും, മര്യാദയ്ക്ക് പൂവിടെ എത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് മനസ്സിലായടാ, നീ മറ്റേ എതിർ പാർട്ടിക്കാർ നിന്നെ വിട്ടതല്ലേ എൻ്റെ ഈ സമൂഹ വിവാഹം മുടക്കാൻ വേണ്ടി. എനിക്കറിയാടാ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് നിന്നെ അയച്ചതല്ലേടാ. എനിക്കറിയാം. എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. നോക്കിക്കോ, നിന്റെ അവസാനമാ. ഇവിടെ പൂമാല എത്തിയില്ലെങ്കിൽ നിന്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വിളിച്ച് ചീത്ത പറയാ. സച്ചി ഇത് കേട്ടിട്ട് ആകെ പേടിച്ചു പോയിട്ടോ. ഈ പാർട്ടി പ്രശ്നമൊക്കെ അല്ലേ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ സച്ചിയാണെ പാർട്ടിയിൽ പോലും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന് ചേർന്നിരിക്കുക. അങ്ങനെ നമ്മുടെ സച്ചി അയാളുടെ അടുത്തെത്തി, ആ ഡ്രൈവറുടെ അടുത്തെത്തി. ഡ്രൈവർ ആണെങ്കിൽ അപ്പം കാര്യങ്ങളൊക്കെ പറയുമോ, എങ്ങനെയാണ് വണ്ടി തട്ടിക്കൊണ്ട് പോയത് എന്ന്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ സച്ചിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സച്ചി ലാസ്റ്റ് ഈ ഒരു ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഓട്ടോറിക്ഷയുടെ പുറകിൽ നിന്ന് പൂമാലയൊക്കെ പിടിച്ച് ഓട്ടോറിക്ഷയുടെ ഫോട്ടോയൊക്കെ അതിലുണ്ടായിരുന്നു. ഏതായാലും സച്ചിക്ക് അപ്പോഴാണ് ബുദ്ധി തോന്നിയത്, എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇത് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാം. ഇപ്പം സോഷ്യൽ മീഡിയസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കാം. ഈ ഡ്രൈവർമാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഫോട്ടോ എല്ലാവരുടെ അടുത്തേക്ക് ആ ഒരു സെക്കൻഡ് തന്നെ എത്തിച്ചേരുകയാണ് കേട്ടോ. ഗ്രൂപ്പാണല്ലോ, എല്ലാവരുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചേരുകയാണ്. ഏതായാലും ആകെപ്പാടെ പെട്ടുപോയിട്ടോ നമ്മുടെ രേവതിയും സച്ചിയും. ഇനി എന്ത് ചെയ്യണമെന്ന് രേവതിക്കും അറിയത്തില്ല. രേവതി അങ്ങോട്ട് സത്യം പറഞ്ഞ് കരയാൻ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യും ഈശ്വര, കഷ്ടപ്പെട്ട് 1,500 മാല
ഇരുന്ന് കോർത്തതല്ലേ, എന്നിട്ടിപ്പം അത് അതൊന്നിനും ഒതുക്കാതെ പോകും എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ രേവതി നീ ഒന്ന് മിണ്ടാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, സെറ്റാക്കാമെന്ന് സച്ചി പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെയാണ് ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് നമ്മുടെ രേവതിനെയല്ല സച്ചിനെ വിളിക്കുന്നത്. സച്ചിനെ വിളിച്ചിട്ട് എടാ വണ്ടി കിട്ടിയിടാ, ഇവിടെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്കാണെങ്കിൽ ആന്റണിയുടെ കൂട്ടുകാരന്മാർ ഈ വണ്ടിയും കൊണ്ട് മുങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അതിനു മുമ്പ് തന്നെ സത്യത്തിൽ നമ്മുടെ സച്ചി അവിടെ എത്തുകയാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഫൈറ്റാണ്. ഫൈറ്റ് നമ്മുടെ സച്ചി അതുകൊണ്ട് തിരിച്ച് പോരുകയാണ് എങ്ങോട്ടേക്ക്, കല്യാണ സ്ഥലത്തേക്ക്. ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മാസ് എൻട്രി ഒക്കെ ഉണ്ട് നമ്മുടെ സച്ചിയുടെ. ആദ്യം അയാൾ സച്ചിയുടെ കോളർ പിടിച്ച് വലിച്ച് എന്ത് ചെയ്യടാ നിന്നെ വിശ്വസിച്ചിട്ടല്ലേടാ പൂമാല കെട്ടാൻ ഏൽപ്പിച്ചത്, നീ എന്ത് പണിയാടാ കാണിച്ചത്, നീ അപ്പം എൻ്റെ പാർട്ടീനെ തോൽപ്പിക്കാൻ വന്നതാണല്ലേടാ, നീ അവരുടെ എതിർ പാർട്ടിയുടെ കക്ഷിയാണല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ഇങ്ങനെ കോളറിലൊക്കെ പിടിച്ച് വലിക്കുമ്പോൾ രേവതി അങ്ങ് ഫ്രണ്ടിൽ പോയി നിന്നിട്ട് വിടാനങ്ങ് പറയുക. ദേഷ്യപ്പെട്ട പറയുന്നത് എൻ്റെ ഭർത്താവിനെ തൊട്ടു പോകരുത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, പൂമാലയല്ലേ, ഒരിക്കലും എൻ്റെ ഭർത്താവ് ആരെയും ചതിക്കത്തില്ല, ഇതുവരെ ചതിച്ചിട്ടുമില്ല, ഇനി എൻ്റെ ഭർത്താവ് ആരെയും ചതിക്കാനും പോകുന്നില്ല, നോക്ക് ആ വണ്ടിക്കകത്ത് നിങ്ങളുടെ പൂമാല 500 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അയാൾ കോളറിൽ നിന്ന് കയ്യങ്ങ് വിടുകയാണ് കേട്ടോ. കോളറിൽ നിന്ന് കയ്യങ്ങ് വിട്ടിട്ട് അയ്യോ സോറി സച്ചി, ഞാനോർത്തു നീ എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഓർത്തത് എൻ്റെ എതിർ പാർട്ടിക്കാര് നിന്നെ പറഞ്ഞു വിട്ടിട്ട് പൂക്കളൊക്കെ തട്ടിക്കോട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ പൂവൊന്നും മാലയൊന്നും കോർത്ത് കാണില്ല എന്നാണ് ഞാൻ ഓർത്തത്, പക്ഷെ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും ആ ഒരു ഫോട്ടോ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കാണ് ആ നേതാവിന് സത്യാവസ്ഥ മനസ്സിലാവുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചിക്കും രേവതിക്കും അങ്ങനെ പൈസയൊക്കെ അയാൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അയാൾ നമ്മുടെ സച്ചിക്ക് കുറച്ച് പൈസ കൂടുതലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കിടിലൻ വിശേഷമാണ് വന്നിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം കേട്ടോ. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയിടുവേ, അതും കാണണം. പിന്നെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും ഇടുന്നുണ്ട്. അതും മിസ് ചെയ്ത് കളയാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.